നമസ്കാരം കൂട്ടുകാരെ. ഫാസിനോ യമഹ സ്കാൻ ചെയ്യണം, എൻജിൻ വാണിംഗ് ലാമ്പ് തെളിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മളുടെ കസ്റ്റമർ വണ്ടിയുമായി വന്നിരിക്കുന്നത് വർക്ക്ഷോപ്പിലേക്ക്. ഫ്ലോർ ബോർഡിൻ്റെ അടിയിലാണ് അതിൻ്റെ കപ്ലർ ഇരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്നത് 319 ബേസിക് ആയിട്ടുള്ള മെഷീനാണ്. ക്യാൻ പ്രോട്ടോക്കോൾ ഉള്ളത് സെറ്റ് ആവുന്നുണ്ട്. ഏകദേശം 4ഓളം കംപ്ലൈൻറ്റുകൾ ECU റീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കംപ്ലൈൻറ്റുകൾ നോക്കാൻ വേണ്ടി അതൊന്ന് റീഡ് ചെയ്യുന്നുണ്ട്. ത്രോട്ടിൽ പെഡൽ സെൻസർ, ക്രാങ്ക് പൊസിഷൻ സെൻസർ, ഓട്ടോ സെൻസർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൻസറുകളാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പല സമയത്തായിട്ട് കപ്ലറുകൾ ഊരുകയും വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ശ്രമിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കംപ്ലൈൻറ്റുകൾ എങ്ങനെയൊക്കെയോ സ്റ്റാർട്ട് ചെയ്ത് ഷോപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറേസ് ചെയ്യണം. അപ്പോൾ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറേസ് കോഡിലേക്ക് കൊടുത്തു. അതിന് ക്ലിയർ പ്ലീസ് ടേൺ ഇഗ്നീഷൻ ഓൺ എന്ന് പറയുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും കൂടെ ബട്ടൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവുന്നുണ്ട് എൻജിൻ വാണിംഗ് ലാമ്പ്. പക്ഷേ ഈ എൻജിൻ ലാമ്പ് വാണിംഗ് ലാമ്പ് ഓഫ് ചെയ്താലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെക്ക് ചെയ്യുക. വെഹിക്കിൾ ഹാസ് കോഡുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. വണ്ടി ഓടിക്കുക. വണ്ടി ഇത്തരം സ്കാനിങ് കഴിഞ്ഞിട്ട് വണ്ടി ശരിക്കും ഓടിച്ചതിന് ശേഷം മാത്രമേ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ. അതാണ് പ്രത്യേകിച്ച് തരാനുള്ളത്. റിപ്പീറ്റായിട്ടൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ എന്ന് നമുക്കറിയണം. ഓക്കെ, താങ്ക് യു ABCD. അതിനുശേഷം മാത്രമേ വണ്ടി ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ.